എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നെയ്ച്ചോറാണ്. ബസ്മതി അരി അല്ലെങ്കിൽ ലോങ് ഗ്രെയിൻ അരി കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുഴഞ്ഞു പോവാത്ത, നല്ല പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. പൊതുവെ എല്ലായിടങ്ങളിലും കിട്ടുന്ന ഒരു അരിയാണ് ഈ നീളമുള്ള അരി. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കുക എന്ന് നോക്കാം. ചോറ് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് അല്ലെങ്കിൽ 250 ഗ്രാം ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണി അരി എന്ന് പറയുമ്പോൾ മിക്കവാറുമുള്ള കടകളിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും ഇതുപോലുള്ള അരി. അപ്പോൾ ഈ ഒരു അരി കറക്റ്റായിട്ട് വെള്ളം വെച്ചില്ലെങ്കിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഒരിക്കലും കുഴഞ്ഞു പോകാതെ തന്നെ കിട്ടും. തുടക്കക്കാർക്കും അതുപോലെ അല്ലാത്തവർക്കും ഒക്കെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഏത് ബ്രാൻഡ് അരി വേണമെങ്കിലും എടുക്കാം. എല്ലാത്തിനും ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. ഇതിൽ നമ്മൾ വെള്ളത്തിനൊരു കണക്ക് പറയുന്നില്ല. വേവിച്ചതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ അരി അല്ലെങ്കിൽ കൈമ അരികൾക്കൊന്നും ഇങ്ങനെ ചെയ്യേണ്ടതില്ല. നീളമുള്ള ഏത് അരി എടുത്താലും ആദ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്തി വയ്ക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം അരമണിക്കൂർ കുതിർത്തി വയ്ക്കുക. അതിൽ കൂടുതൽ സമയം കുതിർത്തി വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുക്കുക. 2 കപ്പ് അരിക്ക് ഏകദേശം ഒരു 6-7 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്കൊരു 10 ഏലക്കായ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 6-7 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. അത് തീർത്തും ഓപ്ഷണലാണ്. ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നേരത്തെ കുതിർത്തി വെച്ച അരി നല്ലതുപോലെ കഴുകി ഊറ്റിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഊറ്റിയെടുത്ത് ഈ ഒരു അരി ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം തിളയ്ക്കാതെ ഒരിക്കലും അരി ചേർത്ത് കൊടുക്കരുത്. നല്ലതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് വേണം കഴുകിയ അരി ചേർത്ത് കൊടുക്കാൻ. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് എടുക്കും ഈ ഒരു അരി നല്ലതുപോലെ വെന്ത് വരാൻ. 7 മുതൽ 10 മിനിറ്റ് വരെയാണ് ഈ ഒരു അരിയുടെ വേവ് ഉണ്ടാവുക. മിക്കവാറുമുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഈ ഒരു സമയത്തിൽ അരി നന്നായി വെന്തിട്ടുണ്ടാവും. ഒരു 7 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. അത്യാവശ്യം വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഊറ്റി എടുക്കണം. അരി ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുക. അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഇതിന് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് പോവില്ല, ഉപ്പെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ടാവും ആവശ്യത്തിന്. 1 കപ്പ് വെള്ളം കൂടി സാധാരണ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതുപോലുള്ള ഇലകളും ഇതിൽ നിന്നെടുത്ത് മാറ്റിക്കളയാം. ഇനി അതേ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി സവാള അല്ലെങ്കിൽ ഒരു പകുതി സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് അരിഞ്ഞിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഏകദേശം ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇത് ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ട്, ഒരു പിടി കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക. കാഷ്യൂനട്ടും കിസ്മിസും ഏകദേശം ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
കാഷ്യൂനട്ട് ഏകദേശം ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് ഓനിയൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക. ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. 2 ടീസ്പൂൺ നെയ്യ് ഈ ചോറിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചോറ് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെയും കുഴഞ്ഞു പോവാതെയും കിട്ടും. ആകെ ശ്രദ്ധിക്കാനുള്ളത് ഇത് ഓവർ കുക്ക്ഡായി പോകരുത്. ഒരു 95% മാത്രമേ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കുക്കായി വരാവൂ. ഒരുപാടങ്ങ് കുക്കായി കുഴഞ്ഞു പോയാൽ ഇതുപോലെ കിട്ടില്ല. ഒരു 95% ആണ് ചോറ് വേവിച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. അങ്ങനെ അടച്ച് വെച്ചാൽ മാത്രമാണ് നല്ല സോഫ്റ്റായിട്ട് റൈസ് കിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും അത്യാവശ്യം സോഫ്റ്റൊന്നും ആയിരിക്കില്ല. അതുപോലെ അടച്ച് ആവിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മാത്രമാണ് ചോറ് നല്ല സോഫ്റ്റായി അതുപോലെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഫ്ലേവറും അതിലേക്ക് പിടിച്ച് ആ ഒരു നെയ്യിൻ്റെ ചുവയെല്ലാം അതിലേക്ക് പിടിക്കുള്ളൂ. 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ചോറുള്ളത്. നല്ല സ്മെല്ലുണ്ടാവും. നിങ്ങൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും എസൻസ് ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മല്ലിയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പകരം കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 1-2 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. റൈസ് ഓവർ കുക്ക്ഡായി പോകരുത്. അതുപോലെ ഒട്ടും വേവിക്കാതെ എടുക്കരുത്. ഏകദേശം ഒരു 90-95% കുക്ക് ചെയ്തിട്ട് വേണം റൈസ് എടുക്കാൻ. അതുപോലെ 10 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ അടച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് അടച്ച് വെക്കരുത്. അടച്ച് വെക്കാതെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ ഏകദേശം ഒരു റൈസ് ഫ്രൈഡായി പോകും. ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടെക്സ്ചർ വരും. അതുപോലെ അരി ഒരുപാട് നേരം കുതിർത്തി വെക്കരുത്. 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാത്രം കുതിർത്തി വെക്കുക. അല്ലെങ്കിൽ അരിയും കനച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ജീരകശാല അല്ലെങ്കിൽ കൈമ ചെറിയ അരികളൊന്നും ഇതുപോലെയല്ല നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.